രാവിലെ തന്നെ നമ്മുടെ അക്ഷയയിൽ ഒന്ന് പോയതാട്ടോ. CSCBയുടെ എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവർ ചെല്ലുമ്പോൾ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഇടൽ കഴിഞ്ഞിട്ടാണ് നമ്മുടെ രജിസ്റ്റർ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നോക്കിയത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട്. നാളെയും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിടാം. എങ്ങാനും നമുക്ക് ജോലി കിട്ടിയാലോ അറ്റൻഡ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. SSLCയും അതുപോലെ തന്നെ കോർപ്പറേഷനും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എൻ്റെ കയ്യിലൊരു മിഠായി ഉണ്ടായിരുന്നു, അത് വെച്ച് കഴിച്ച് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള റോളായിട്ടുള്ളൊരു മിഠായി ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അവിടെ തന്നെ വെച്ച് കഴിച്ചു. വേറൊരു മിഠായി ഉണ്ടായിരുന്നു, അത് ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയി. വേഗം പോരാന്ന് വിചാരിച്ച് പോകുന്നതായിരുന്നു. പക്ഷെ അവർ കളം ഇട്ടിട്ട് കഴിഞ്ഞിട്ടേ വർക്കൊക്കെ ചെയ്ത് തരുള്ളൂ എന്ന് പറഞ്ഞു. അതാനും കുറേ ലേറ്റായിട്ടോ. അതാനും കുറേ സമയം അവിടെ ഇരിക്കേണ്ടി വന്നു. പിന്നെ അവർ കളം ഇടുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണല്ലോ. സിമ്പിളായിട്ടുള്ളൊരു കളാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. അത്യാവശ്യം ചെറിയൊരു വലിപ്പത്തിലുള്ളതാട്ടോ. മിഠായി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റാണ്. ഉള്ളിലൊരു മിൽക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉള്ള കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നി കേട്ടോ. അപ്പോൾ അതേതായാലും ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ ചെന്നിട്ട് 2 കൂടി ഉണ്ട്. അപ്പോൾ ഏതായാലും അതും കഴിക്കണം. അത്രയും ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അപ്ലൈ ചെയ്ത് വന്നു. ഇനി ഏകദേശം ഒരു മന്തൊക്കെ ഉണ്ടാവുള്ളൂ. ഒക്ടോബറിൽ എക്സാം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് കേട്ടോ. ഒക്ടോബർ ഉണ്ടാകുമ്പോൾ ഏകദേശം ഇനി ഒരു 1 മന്ത്, കൃത്യം ഒരു മാസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ആദ്യമേ തുടങ്ങി പഠിച്ചു തുടങ്ങണം. അപ്പോൾ കഴിഞ്ഞ മാസം തന്നെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവൻ അങ്ങോട്ട് മറന്നു പോയിട്ടില്ല. അല്ലെങ്കിൽ കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് എക്സാം വരുന്നത്. അപ്പോൾ അതാണ് എല്ലാം മറന്നു പോയിട്ടുള്ളൊരവസ്ഥയായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ബുക്ക് ഇടയ്ക്ക് എടുത്ത് നോക്കുന്ന കാരണം കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, കുറച്ചൊക്കെ മറന്നു പോയിട്ടുള്ളൂ. പിന്നെ ഏകദേശം എത്ര ദിവസം ഉണ്ടെന്ന് കണക്കൂട്ടി ഒരു ടൈം ടേബിളൊക്കെ തയ്യാറാക്കി പഠിക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ടൈം ടേബിളില്ലെങ്കിലും ഏകദേശം ദിവസം കണക്കാക്കിയിട്ട് എല്ലാ ദിവസവും കുറേശ്ശെയെങ്കിലും പഠിച്ച് തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഒക്ടോബറിൽ 2 എക്സാമൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ നമുക്ക് ക്ലർക്കിൻ്റെ ഉണ്ടാവുക ഇപ്രാവശ്യം. ഇപ്പോൾ സൂപ്പർ ഗ്രേഡ് അതുപോലെ തന്നെ ക്ലാസ് 1 എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എക്സാം. അപ്പോൾ 2 എക്സാമായിട്ടായിരിക്കും മിക്കതും ഉണ്ടാവുക. അപ്പോൾ അത് ഏകദേശം നമ്മൾ പഠിക്കുന്ന പാറ്റേണിൽ തന്നെ പഠിച്ചു പോയാൽ മതി. അപ്പോൾ 2 എക്സാമിനും ഒരേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അത്രയും നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിലൊക്കെ കയറാൻ സാധിച്ച ഒരു വലിയ കാര്യമാണല്ലോ. അപ്പോൾ അതന്നെ ഇപ്രാവശ്യം ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 50-60 റേഞ്ചിലൊക്കെ ആയിട്ട് എനിക്കിപ്പോൾ മാർക്ക് കിട്ടുന്നത്. ഒരു 50 മാർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഒരു 50 മാർക്ക് ലെവലിലാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്രാവശ്യം ഒരു 60ൻ്റെ അടുത്തെങ്കിലും എത്തിക്കണം, 60-70 ആ റേഞ്ചിലെങ്കിലും എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്